നമുക്കൊരാളെ പരിചയപ്പെടേണ്ടയാളാണ്. അല്പമല്ല കുറച്ചധികം പോസിറ്റീവ് എനർജി വേണമെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് പോവാം. ആഗ്രഹവും വാശിയും ഉണ്ടെങ്കിൽ ഉയരങ്ങൾ കീഴടക്കാൻ ആകുമെന്നാണ് മലപ്പുറം ചങ്ങരംകുളം സ്വദേശി സീനത്ത് കൊക്കൂർ പറയുന്നത്. നാട്ടിൽ സ്ത്രീകൾക്ക് ഇടയിൽ കാർഷിക വിപ്ലവത്തിന് തന്നെ തുടക്കമിട്ട കരുത്തയായ വനിതയാണിവർ. സീനത്തിന്റെ വിശേഷങ്ങൾ തേടി പോവുകയാണ് സമീർ ബിൻ കരീം. പിന്നാലെ നമുക്കും പോവാം. 14-ാം വയസ്സിൽ വിവാഹം, 18-ാം വയസ്സിൽ 2 മക്കളുടെ മാതാവ്, ഇപ്പോൾ 45 വയസ്സുണ്ട്. പറഞ്ഞു വരുന്നത് സീനത്ത് കൊക്കൂറിനെ കുറിച്ചാണ്. ഈ പ്രായത്തിലും സീനത്ത് കൊക്കൂർ ചെയ്യാത്തതായി ഒന്നും തന്നെയില്ല. തെങ്ങ് കയറും, യോഗ ട്രെയിനറാണ്, കളരി അഭ്യസിക്കുന്നു, കരാട്ടയിൽ ബ്ലാക്ക് ബെൽറ്റാണ്, കൃഷി, ട്രാക്ടർ ഓടിക്കും, ഒപ്പം തന്നെ ടൂർ ഹോസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ സീനത്ത് ചെയ്യാത്തതായി ഒന്നും തന്നെ ഇല്ല എന്നതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് ഇന്ന് സീനത്തിനെ പരിചയപ്പെടാം. റൈഡിംഗ് റിപ്പോർട്ടർ നേരെ സീനത്തിൻ്റെ വീട്ടിലേക്ക്. ഹലോ ഹലോ, വീട്ടിലില്ലേ? ബെല്ലടിച്ചിട്ട് ആരും വരുന്നില്ല. ഞാനിവിടെ തെങ്ങിന്റെ മുകളിലാണ്. എവിടെ? ഓ, അതിന്റെ മുകളിലാണോ? കണ്ട് നേരത്തെ എത്തിയില്ലേ? ഓക്കെ, ഒന്ന് ഭൂമിയിലോട്ട് വരുമോ? വരാം. ഏതായാലും 2 ഇളനീരൊക്കെ ഇട്ടിട്ട് വരാം, നിങ്ങൾക്ക് കുടിക്കും ചെയ്യാലോ. ഓക്കെ, താങ്ക് യു. അപ്പോൾ ദൂരം എത്തിയല്ലേ നമ്മളെ കാണാനായിട്ട്. അപ്പോൾ ദാഹം അകറ്റാൻ ആദ്യം ഇത് പിടിച്ചിട്ട് നമ്മൾ വിഷയങ്ങളിലേക്കൊക്കെ കടക്കാം. വളരെ നാച്ചുറലായിട്ടുള്ളതാണ് കേട്ടോ. നമ്മളെത്ര തന്നെ ക്ഷീണം വരുമ്പോഴും ചാമ്പ്യൻഷിപ്പിലും ഒക്കെ നമ്മൾ ന്യൂട്രീഷൻ ഫുഡ് മറ്റേതൊക്കെ സാധാരണ സ്പോർട്സ് ആളുകൾ കഴിക്കുമല്ലോ. പക്ഷെ നമ്മളെ മെയിൻ ഇതാണ്. ഓക്കെ, ഇപ്പോൾ ഈ തെങ്ങുമ്മ കയറുന്നതല്ലാതെ വേറെ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്? ഞാൻ കൃഷിയാണ് നമ്മളെ മെയിൻ ജോലി. ആടുണ്ട്, പശുണ്ട്, തൈകളുടെ വിൽപ്പനയുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ നമ്മൾ യോഗ ടീച്ചറാണ്, കരാട്ടെ ടീച്ചറാണ്. പിന്നെ കളരിയുടെ കോഴ്സ് കഴിഞ്ഞിട്ടുണ്ട്, ഇനി അതിൻ്റെ ക്ലാസ്സൊക്കെ തുടങ്ങണം. നാൽപ്പതാമത്തെ വയസ്സിലാണ് ഞാൻ കരാട്ടെ പഠിക്കാൻ ഇറങ്ങുമ്പോൾ തന്നെ ഈ ഒരു ഏജിൽ കഴിയുമോ എന്നൊക്കെ ഉള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ കരാട്ടെ അധ്യാപകനായിട്ടുള്ള ദിലീപ് സാറോട് ചോദിച്ചപ്പോൾ ഓക്കെ, ഏജൊന്നും ഒരു പ്രശ്നമില്ല, മനസ്സാണ് എന്ന് പറഞ്ഞു. അങ്ങനെ പോയി പഠിച്ചു. സ്ത്രീകൾക്ക് എന്തിനേയും നേരിടാനുള്ള ഒരു കഴിവുണ്ടാവുക എന്നുള്ള രീതിയിലാണ് ഇറങ്ങിയത്. അത് പഠിക്കാൻ കഴിഞ്ഞു. ഇപ്പോൾ 45-ാമത്തെ വയസ്സിൽ ഈ ഒരു മാസമാണ് നമ്മൾ ബ്ലാക്ക് ബെൽറ്റ് നേടിയെടുത്തത്. യോഗ പഠിക്കാം എന്നുള്ള രീതിയിൽ ഇറങ്ങി യോഗ ചെയ്തു. ചാമ്പ്യൻഷിപ്പിൽ ഇറങ്ങി നാഷണൽ വിന്നറായി. ഇത്തവണത്തെ സ്റ്റേറ്റ് മെഡൽ കിട്ടിയിട്ടുണ്ട്. സ്ത്രീകൾ ഒരു ഏജ് ആയവർക്കും ഏത് പഠിക്കാം എന്നുള്ളൊരു മെസ്സേജ് കൊടുക്കാൻ കൂടിയാണ് എൻ്റെ ഒരു ലക്ഷ്യം. ഏതായാലും അത് സക്സസ് ആയി. നമുക്ക് ചില കാര്യങ്ങളൊക്കെ കുട്ടികൾ ചെയ്യുന്നതിനൊക്കെ ബെറ്ററായിട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരു 3 മാസം കൊണ്ട് തന്നെ ഫുൾ സ്പ്ലിറ്റായിട്ട് ഇരിക്കാൻ കഴിഞ്ഞിട്ടുള്ള. നമ്മളുടെ വീട്ടിൽ ആവശ്യമായിട്ടുള്ള എല്ലാ പച്ചക്കറിയും ഫ്രൂട്ടും ഉൽപ്പാദിപ്പിച്ചെടുക്കുക എന്നുള്ള ലക്ഷ്യത്തിലാണ് നമ്മളിങ്ങനെ ഒരു തോട്ടം സെറ്റ് ചെയ്തത്. 65ഓളം വിദേശ ഫ്രൂട്ടുകൾ ഇവിടെ ഉണ്ട്. റംബുട്ടാന്, മട്ടോവ, അതേപോലെ തന്നെ അബിയു, ഇങ്ങനെ വിദേശമായിട്ടുള്ള നമ്മളെ നാട്ടിൽ അല്ലെങ്കിൽ കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന ഒരുപാട് ഫ്രൂട്ട്സുകൾ ഇവിടെ ഉണ്ട്. നമ്മളെ വീട്ടിൽ വേണ്ട എല്ലാം ഉൽപ്പാദിപ്പിച്ചെടുക്കുക എന്നുള്ളതിന് പാലായാലും മുട്ടയായാലും, അതോടൊപ്പം തന്നെ പച്ചക്കറികളും, പച്ചമുളക്, തക്കാളി, വെണ്ട, അത്യാവശ്യം വേണ്ടത് എല്ലാം.
പ്ലാനിങ്ങോട് കൂടിയിട്ട് നമ്മൾ എന്ത് അധ്വാനം ചെയ്യാൻ സന്നദ്ധയുണ്ടെങ്കിൽ ഈ ലോകത്ത് നമുക്ക് ചെയ്യാൻ പറ്റാത്തതായിട്ട് ഒന്നുമില്ല. ഒന്നാമത്തത് ഭയം. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പല ആളുകളും ഒന്നിലേക്ക് ഇറങ്ങും. പല സമൂഹത്തിൽ നിന്നും ഒരുപാട് കുടുംബത്തിൽ നിന്നും പ്രതിസന്ധികളൊക്കെ ഉണ്ടായിട്ടുണ്ട്. സീനത്തേത് നിനക്ക് കഴിയില്ല എന്ന് പറഞ്ഞു. ഞാൻ അതൊന്നും വക വെക്കാതെയാണ് നമ്മൾ ഇതിലേക്ക് ഇറങ്ങിയിട്ട് നമുക്കെല്ലാം ഒരു ഭയം ഇല്ലാതിരിക്കുക. തോൽവി അത് വിജയത്തിൻ്റെ മുന്നോടിയാണെന്ന് പഠിച്ചിട്ടുണ്ട്. തോറ്റോട്ടെ, അപ്പോൾ നമ്മൾ അതിന് ഇറങ്ങാം. മിക്കവാറും നമ്മൾ ഇറങ്ങിയിട്ടുള്ള മിക്കവാറും വിജയത്തിലേക്ക് തന്നെ എത്തിക്കുള്ളൂ. ഒന്നും മറ്റൊന്നിന് തടസ്സമല്ലെന്നാണ് സീനത്തിൻ്റെ ജീവിതം സാക്ഷ്യപ്പെടുത്തുന്നത്. താല്പര്യമുണ്ടെങ്കിൽ എന്തും നടക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാം. ക്യാമറമാൻ അബിദ് കല്ലായിക്കൊപ്പം സമീർ ബിൻ കരീം, 24 തിരൂർ. അയ്യോ, സീനത്തിത്ത് ഒരു രക്ഷയില്ല. ഞാൻ മാത്രമല്ല, നമ്മുടെ പ്രേക്ഷകരെല്ലാം ഒന്നടങ്കം പറയുന്നു. നമ്മൾ ആ ഹെഡ്ലൈൻസ് തന്നപ്പോൾ നിങ്ങൾ അതിൻ്റെ താഴെ ഹെഡ്ലൈൻസ് സ്ട്രിപ്പ് കണ്ടു കാണും. സകലകലാ വല്ലഭ എന്നാണ് സീനത്തിത്തയുടെ ഈ കഥയ്ക്ക് നമ്മളിട്ട പേര്. അത് തന്നെയാണ് എല്ലാവരും പറയുന്നത്. സകലകലാ വല്ലഭയാണല്ലോ, അവർ ചെയ്യാത്തത് എന്താണുള്ളത്. മാത്രമല്ല 40-ാം വയസ്സിലാണ് കരാട്ടെ പഠിക്കുന്നത്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു റെഡ് ബെൽറ്റ് ആണെന്ന് തോന്നുന്നു. അപ്പോൾ അത്രയും ദൂരത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇനി കളരി പഠിക്കണം എന്ന് പറയുന്നു, അത് പഠിപ്പിക്കണം എന്ന് പറയുന്നു, യോഗ ചെയ്യുന്നു. അങ്ങനെ ചെയ്യാത്തത് എന്താണ്? കൃഷി മെയിനായിട്ട് ചെയ്യുന്നു. ഇതെല്ലാം ചെയ്യുന്ന ഒരാളാണേ. അപ്പോൾ പല കാര്യങ്ങളും പറഞ്ഞ് മടി പിടിച്ചിരിക്കുന്ന ഒരുപാട് പേർക്ക്, സ്ത്രീകളായാലും പുരുഷന്മാരായാലും എല്ലാവർക്കും ഒരു നല്ല മാതൃകയും പാഠവുമാണ് സീനത്തിത്ത അവരുടെ പ്രവർത്തനങ്ങളും. അപ്പോൾ ഹാറ്റ്സ് ഓഫ്. ഇതുപോലെ മുമ്പോട്ട് പോട്ടെ ചേച്ചി.